നമ്മളിപ്പോൾ അബുദാബി എയർപോർട്ടിലേക്ക് പോകാൻ ജംസീർ നാട്ടിൽ പോകുന്നു. ഓനൊന്ന് കൊണ്ടാക്കാൻ പോകണം. അങ്ങനെ മുസ്തരി നേരെ ജംസീർ എടുക്കാൻ പോയി. അവിടുന്ന് ലഗേജിലെ വണ്ടിയിലേക്ക് വേണ്ടി പിച്ച് ഹെൽപ്പാക്കി. അങ്ങനെ നേരെ മുസ്തരി എൻ്റെ അടുത്തേക്ക് വേണ്ടി എന്നെ കൂട്ടി. എയർപോർട്ടിൽ പോകുന്ന ബൈക്ക് ഈ കഫ്തിരിയിൽ കയറി ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയമ്മ. നമ്മപ്പോൾ ഈ റൂട്ടിൽ വരുമ്പോൾ ഇവിടെ തന്നെ ചായ കുടിക്കുക. ഇവിടുത്തെ നല്ല ചായ നല്ല ഫുഡ് നോക്കും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചായയും കുടിച്ച് സാൻഡ്വിച്ചിലെ തൂന്നിട്ട് നമ്മൾ നേരെ വിട്ട് 2 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. 12 ആകുമ്പോൾ എയർപോർട്ടിലേക്ക് എത്തണം. നൈറ്റ് സമയത്ത് ദുബൈയിലത്തെ കാഴ്ച കാണാൻ നല്ല ഭാഗം ഉണ്ടാകുന്നു. കുറച്ച് കഴിയുമ്പോൾ സിയാബ് വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിയാബോട് പോണ്ടി ഒക്കെ അമ്മോ ഷൂയിലുണ്ടായിരുന്നു. സിയാബ് നാട്ടിൽ വന്നെ കൂട്ടാൻ പോകുന്നത്. നമ്മളോട് കുറച്ച് ബിസിയല്ലേ പറഞ്ഞ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി. എയർപോർട്ടിൻ്റെ പുറത്തത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. മുസ്തരി നേരെ വണ്ടി പാർക്കിങ്ങിൻ്റെ ആ സൈഡിൽ കൊണ്ടുവച്ച് ഇവിടെ കുറേ സമയം വണ്ടി പാർക്കാക്കാൻ കഴിയുക. ജംസീർ ബേ പോയിട്ട് ട്രോളി എടുക്കാൻ പോയി. അപ്പോൾ ഇവിടെ മുസ്തരി ബാഗ് എടുത്തിട്ട് പുറത്ത് വെച്ച്. ബാക്ക് ഒരു വലിയ ലഗേജ് ഉണ്ട്, അത് മെയിൻ എടുക്കേണ്ടത്. ഓന് ചെറുതായിട്ട് ഇത് ഫസ്റ്റ് എടുത്ത്. ഇത് ഓന് കൊണ്ട് പൊന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ജംസീർ അവിടുന്ന് ട്രോളി കൊണ്ടുവന്ന് പെട്ടി പൊന്തിക്കാൻ വേണ്ടി മുസ്തരി എൻ്റെ ഹെൽപ്പ് ചോദിച്ചു. ഞാൻ പെട്ടി ജസ്റ്റ് സിമ്പിളായി പൊന്തിച്ചിട്ട് ട്രോളിയിൽ വെച്ച് കൊടുത്ത്. എന്നിട്ട് ജംസീറോട് ബായ് പറഞ്ഞ് ടാറ്റാക്കി ഓൺ എയർപോർട്ടിലേക്ക് അയച്ച്. നമുക്ക് അവിടെ കുറേ സമയം നിൽക്കാനും കഴിയുക. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി.